മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബെയറിങ് മാറ്റാനും അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഫോർക്ക് ഓയിൽ സീൽ പോയേക്കണേക്കാൾ ഉപരി നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പുമ്പോൾ 1-2 സ്ക്രാച്ച് ഡാമേജ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഒരു ചെറിയ 2 സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചെറിയ നമുക്കൊരു ലീക്ക്, നമ്മളിപ്പോൾ പൈപ്പ് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ സീൽ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ലീക്കേജ് കാണിക്കും. അതേപോലെ തന്നെ ഈ ഫോർക്കിൻ്റെ ആയാലും ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്ക്രാച്ച് കിടക്കുന്നുണ്ട് അതിനകത്ത്. കാരണം ഈ കാണുന്ന ഒരു ബ്ലാക്ക് രീതിയിൽ കിടക്കുന്നത് ആ റൗണ്ട് റെഡ് കളറിൽ റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 ഫോർക്കിൻ്റെ പൈപ്പും ഓയിൽ സീലും കൂടി മാറ്റിയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഹൈ പവറിൽ നല്ല ലോഡും പുറത്താണ് അത് വർക്ക് ചെയ്യുക. ഹൈഡ്രോളിക് ഓയിലാണ്. അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പവറിനേക്കാളും കൂടുതൽ കെട്ടലൊക്കെ ചാടുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറിയൊരു വീക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരും. അത് നിലവിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഓയിൽ സീൽ അവിടെ കവറാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരും. അപ്പോൾ അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഓയിൽ സീലും അതേപോലെ തന്നെ അതിൻ്റെ പൈപ്പും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ഹാൻഡിൽ ബെയറിങ് നിലവിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്യണം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് അത്രയായിട്ടാണ് നമുക്ക് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത്. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ ചെയ്യണുള്ളൂ. കാരണം വീലൊക്കെ ലേറ്റി പോയി വേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വീല് ഹബ്ബ് ലേത്തിലേക്ക് വിടാനുണ്ട്. അപ്പോൾ ബാക്കിയത്തെ വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വീലിൻ്റെ ദിവസം നമുക്ക് അയക്കുകയുള്ളൂ. എന്തായാലും 1-2 ദിവസം നമുക്ക് എന്തായാലും 2-3 ദിവസത്തേക്ക് താമസം ഉണ്ടാവും എന്തായാലും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ.